ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഖമല്ല എല്ലാവർക്കും? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് റോങ് ടേൺ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ്. റോങ് ടേൺ 2 ഡെഡ് എൻഡ്. ആദ്യത്തെ ഭാഗം കണ്ടതിന് ശേഷം മാത്രം ഈ സിനിമ കാണുക. ആദ്യത്തെ ഭാഗത്തിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ കഥ ആരംഭിക്കുന്നത് വെസ്റ്റ് വെർജീനിയയിൽ നിന്നാണ്. ബാക്ക് കൺട്രി. അവിടെ കൊടും കാടിന് നടുവുള്ള ഹൈവേയിലൂടെ ഒരു ചുവന്ന കാർ പാസ് ചെയ്തു. ആ കാറിലുണ്ടായിരുന്നത് ഒരേ ഒരാൾ, കിംബർലി. ഇവളൊരു റിയാലിറ്റി ഷോ കണ്ടസ്റ്റന്റ് ആണ്. അർജന്റായിട്ട് ആ ഷോയിൽ പങ്കെടുക്കണം. അതുകൊണ്ട് നല്ല വേഗതയിലാണ് അവിടെ പോക്ക്. വണ്ടി ഓടിക്കുന്ന സമയം അവൾ ആ റിയാലിറ്റി ഷോ നടത്തുന്ന ടീമിൽ ഒരാളോട് സംസാരിക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു പേപ്പർ മാപ്പാണ്. അതിൽ നോക്കി വന്നിട്ട് അവൾക്കിപ്പോൾ വഴി തെറ്റി. കാട്ടിലിപ്പോൾ അവൾ കുടുങ്ങിയിരിക്കുകയാണ്. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നമുക്ക് അറിയത്തില്ല. ആ കാര്യമാണ് അവൾ അയാളോട് വിളിച്ചു ചോദിക്കുന്നത്. പക്ഷെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ എങ്ങനെയെങ്കിലും വഴി കണ്ടുപിടിച്ചു വാ എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ കിംബർലി ഒരു വൈ ഷേപ്പ് റോഡിന് മുമ്പിലെത്തി. 1-2 മിനിറ്റ് ആലോചിച്ചതിന് ശേഷം അവൾ റൈറ്റിലേക്ക് വണ്ടിയെടുത്തു. അങ്ങനെ നല്ല വേഗതയിൽ പോകുമ്പോഴാണ് പെട്ടെന്ന് ഒരുത്തൻ അവളുടെ വണ്ടിക്ക് കുറുകെ ചാടുന്നത്. ഒരു ടീനേജർ. വണ്ടി ഇടിച്ച് അവൻ തെറിച്ചു വീണു. പേടിച്ചേറേണ്ട കിംബർലി വേഗം തന്നെ കാറിൽ നിന്ന് ഇറങ്ങി അയാളുടെ അടുത്തേക്ക് നടന്നു. ഈ സമയം അവളിങ്ങനെ ഉറക്കെ വിളിക്കുന്നുണ്ട് സഹായത്തിന് ആരെങ്കിലും വരുമോ നോക്കാൻ വേണ്ടി. എന്നാൽ ആരും അങ്ങോട്ട് വരുന്നില്ല. മാത്രമല്ല അവളുടെ ഫോണിൽ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ആരെയും വിളിക്കാനും പറ്റുന്നില്ല. എന്നാൽ ഇപ്പം ആ വണ്ടി ഇടിച്ച് വീണ് കിടക്കുന്നവൻ ആ നരഭൂജിയാണ്. പക്ഷെ അത് ഇവക്ക് അറിയത്തില്ലല്ലോ. അവനിപ്പോൾ വല്ലാതെ ചുമക്കുന്ന കാണുമ്പം അവൾ ആ നരഭൂജിയുടെ അടുത്തേക്ക് ഇരുന്നു. എന്നിട്ട് അവൻ്റെ വായിൽ കൈയിട്ടു, എന്തെങ്കിലും കുടുങ്ങിയതാണെന്ന് വിചാരിച്ചിട്ട്. എന്നാൽ പെട്ടെന്നാണ് നരഭൂജി ചാടി എഴുന്നേറ്റ് അവളുടെ മുഖത്തിന് കടിക്കുന്നത്. അതിന് തുടർന്ന് അവൾ നിലവിളിച്ചുകൊണ്ട് പുറകിലേക്ക് നടന്നു. എന്നാൽ ഈ സമയത്താണ് വേറൊരുത്ത മന്ത്രം അവളെ പിടിക്കുന്നത്. ഇവന്റെ പേര് 3 ഫിംഗർ. ഇവൻ ആദ്യത്തെ സിനിമയിലുണ്ടായിരുന്നതാണ്. മറ്റവന്റെ പേര് ബ്രദർ. അങ്ങനെ അവളെ ഇങ്ങോട്ട് മാറ്റി നിർത്തിയതിനു ശേഷം ആ 3 ഫിംഗർ അയാളുടെ മഴുവെടുത്ത് അവളുടെ തലയ്ക്കൊരൊറ്റ വെട്ട്. അവൾ നെടുക പിളർന്നുപോയി. കുടൽമാലെല്ലാം പുറത്തിയാടി. അങ്ങനെ അവളെ 2 ഭാഗങ്ങളായിട്ട് വെട്ടിമുറിച്ചതിന് ശേഷം ഓരോരുത്തന്മാരും ഓരോ ഭാഗവും എടുത്ത് കാട്ടിലേക്ക് നടന്നു. ഇനി കാണിക്കുന്നത് ആ റിയാലിറ്റി ഷോയുടെ ആങ്കറെയാണ്. ഇയാളുടെ പേര് ഡെയിൽ മർഫി. റിട്ടയർഡ് കേണലാണ് ഇയാൾ. ഇവർ നടത്തുന്ന ഈ ഷോയുടെ പേര് അപ്പോക്കാലിപ്സ്. അതായത് ലോകാവസാനത്തിന് ശേഷമുള്ള ഭൂമിയിലെ ആൾക്കാരുടെ സർവൈവൽ. അതാണ് ഇവർ ഈ ഷോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി 6 ആൾക്കാരെ ഇവർ സെലക്ട് ചെയ്തു. ഇനി അവരെല്ലാവരെയും കാട്ടിലേക്ക് അയക്കാൻ പോവാണ് 5 ദിവസത്തേക്ക്. കാട്ടിൽ പലയിടങ്ങളിലായിട്ട് ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൂടെ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യും. കാട്ടിൽ പല കാര്യങ്ങളും അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് അവസാനം എത്തുന്ന ആൾക്ക് $1,00,000 കിട്ടും. ഇതാണ് ഈ ഷോയിലൂടെ അവർ കാണിക്കാൻ പോകുന്നത്. ഇനി ആ 6 കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യത്തെ കണ്ടസ്റ്റന്റ് ആണ് കിംബർലി. പക്ഷെ അവൾ മരിച്ചുപോയി. അത് ആരും ഇതുവരെയായിട്ട് അറിഞ്ഞിട്ടില്ല. രണ്ടാമത്തവന്റെ പേര് ജോൺസി. പിന്നെയുള്ളത് എലീന. അടുത്തത് നീന. പിന്നെയുള്ളത് ഒരു സ്പോർട്സ് താരമാണ് ജെയ്ക്ക്. അവസാനത്തേത് ഒരു മിലിറ്ററി ലേഡി. ഇവളുടെ പേര് ആംബർ. അങ്ങനെ എല്ലാവരും കാട്ടിലേക്ക് എത്തി അവരുടെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങി. ഈ കസേരയിലിരിക്കുന്ന ലേഡി കണ്ടില്ലേ, ഇവൾ ഈ ഷോയുടെ പ്രൊഡ്യൂസറാണ്. പേര് മാര. മാത്രമല്ല ഈ ഷോയുടെ ക്യാമറാമാനായ മൈക്കിളുടെ ഗേൾഫ്രണ്ടും. കിംബർലി ഇതുവരെയായിട്ടും അങ്ങോട്ട് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളുടെ സ്ഥാനത്തിന് മത്സരിക്കാൻ പോകുന്നത് ഈ മാരയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിനു ശേഷം ഡെയിൽ ഇന്ന് അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു തുടങ്ങി. ഇതൊരു അപ്പോക്കാലിപ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കണ്ടസ്റ്റൻസിന്റെ ഇടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാക്കി ടീമായിട്ട് വേണം നിങ്ങൾ പെർഫോം ചെയ്യാൻ. ഇന്നത്തെ ദിവസം നിങ്ങൾ 3 ടീമായിട്ട് പിരിക്കുകയാണ്. ഓരോരുത്തരും അവരുടെ ടീംമേറ്റിന്റെ കൂടെ കാട്ടിലേക്ക് പോയിട്ട് ഭക്ഷണം കണ്ടെത്തണം. അതാണ് ടാസ്ക്. നിങ്ങൾ ഓരോരുത്തരും ഒരു കാർഡ് എടുത്തിട്ടില്ലേ? നിങ്ങളുടെ ടീംമേറ്റ് ആരാണ് എന്ന ആ കാർഡ് പറയും. ഡെയിൽ അത് പറഞ്ഞു കഴിയുമ്പോൾ ജേക്ക് അവന്റെ കാർഡ് നോക്കി. നമ്പർ 1 ആണത്. പിന്നെ നമ്പർ 1 കാർഡ് കിട്ടിയിരിക്കുന്നത് എലീനയ്ക്കും. അപ്പോൾ അവരാണ് ടീം. അടുത്ത ടീം ജോൺസി ആംബർ. അവക്ക് അവനത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുമില്ല. മൂന്നാമത്തെ ടീം നീനയും മാരയുമാണ്. അങ്ങനെ ടീമിനൊക്കെ സെറ്റാക്കിയതിനു ശേഷം ഡെയിൽ ഓരോരോ റൂൾസ് പറഞ്ഞു തുടങ്ങി. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഇതുപോലത്തെ ഒരു കാർഡ് ഉണ്ടാവും. ഇതിന് റേഡിയേഷൻ എലിമിനേഷൻ കാർഡ് എന്നാണ് പറയുന്നത്. ഓരോ ദിവസവും നിങ്ങൾക്ക് ഈ കാർഡ് തരും. പക്ഷെ ആ കാർഡിൽ ഒരെണ്ണത്തിൽ ശരിക്കും റേഡിയേഷൻ ഉണ്ടാവും. അങ്ങനെ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ആരുടെ കയ്യിലാണോ റേഡിയേഷൻ ഉള്ള കാർഡുള്ളത് അയാൾ ഈ ഗെയിമിൽ നിന്ന് എലിമിനേറ്റ് ആവും. പക്ഷെ പേടിക്കണ്ട, നിങ്ങൾക്ക് ഒരു ചാൻസ് ഉണ്ട്. ആ റേഡിയേഷൻ ഉള്ള കാർഡ് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നൈസായിട്ട് അത് മറ്റൊരു പ്ലെയറിന്റെ കയ്യിൽ കൊടുത്താൽ മതി. നിങ്ങൾ സേഫ് ആവും. ഇതാണ് രണ്ടാമത്തെ റൂള്. ഇനി മൂന്നാമത്തെ റൂൾ. ഇതൊരു അപ്പോക്കാലിപ്റ്റിക് വേൾഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഔട്ടാക്കാൻ പല കാര്യങ്ങളും ഞങ്ങൾ കാർഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു ഡിവൈസാണ്. ഇതിനെ ട്വിസ്റ്റ് ഓഫ് ഫേറ്റ് എന്നാണ് പറയുന്നത്. ഇതുപോലത്തെ കുറെ എണ്ണം ഈ കാർഡിൽ ഞങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അറിയാതെ ഇതിൽ നിങ്ങൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അലാറം അടിക്കും. ആ സമയം ഇതിനകത്തെ കാർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് പ്രശ്നമാണ് നിങ്ങൾ നേരിടേണ്ടത് എന്ന കാർഡിൽ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾ ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഇതാണ് മൂന്നാമത്തെ റൂൾ. ഇത്രയും കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതിന് ശേഷം ഡെയിൽ ആ മീറ്റിംഗ് അവസാനിപ്പിച്ചു. അതിന് തുടർന്ന് ഓരോ ടീമും കാട്ടിലേക്ക് നടക്കുകയാണ് ഭക്ഷണം കണ്ടെത്താൻ. ഈ സമയം തന്നെ കാട്ടിലേക്ക് ആദ്യം കയറിയ ക്രൂവിലൊരുത്തൻ അവിടെ നിന്ന് മൂത്രമൊഴിക്കായിരുന്നു. ഇവരുടെ വാനിനകത്ത് സ്ക്രീനിൽ കാട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പെട്ടെന്നാണ് ഒരു നരഭൂജി വന്നിട്ട് ആ മൂത്രമൊഴിക്കുന്നവനെ പിടിക്കുന്നത്. കത്തി കൊണ്ട് അവന്റെ കഴുത്തിലൊരു കീറൽ. എന്നിട്ട് അവന്റെ മുടിയുടെ ഒരു ഭാഗം അങ്ങ് വടിച്ചെടുത്തു. ഇതെല്ലാം അവിടെ റെക്കോർഡ് ആവുന്നുണ്ട്. പക്ഷെ വാനിനകത്ത് ഇപ്പൊ ആരും ഇല്ലാത്തതുകൊണ്ട് ആരും ഒന്നും അറിയുന്നില്ല.
അങ്ങനെ അവനെ വലിച്ചഴിച്ചുകൊണ്ട് ആ നരഭോജി അവിടെ നടന്നു. ഈ സമയം നീനയും മാരയും കാട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നീനയ്ക്ക് ഒരു ഹെൽത്ത് കണ്ടീഷൻ ഉണ്ട്. അവൾക്ക് നോൺ വെജിറ്റേറിയൻ പറ്റത്തില്ല. അതുകൊണ്ട് വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ വേണം ഇവക്ക് കണ്ടുപിടിക്കാൻ. ആ കാര്യമൊക്കെ നീന ഇപ്പോൾ മാരയുടെ അടുത്ത് പറഞ്ഞു. മാത്രമല്ല നീന അത്രയ്ക്ക് അങ്ങ് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ മാര ഓരോന്ന് ചോദിക്കുമ്പോൾ അവൾ അങ്ങനെ വലിയ മറുപടിയൊന്നും പറയുന്നുമില്ല. ഈ സമയം ഡെയിലാണെങ്കിൽ കാട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഡിവൈസ് ഉണ്ടല്ലോ, അതൊക്കെ ചെക്ക് ചെയ്യാണ്. ഓരോ ഡിവൈസ് സെറ്റ് ചെയ്ത സ്ഥലത്തും ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് അവിടുത്തെ മരത്തിലായിട്ട്. അതൊക്കെ നോക്കി നടക്കുമ്പോഴാണ് അയാൾക്ക് നേരെ ഇങ്ങനെ തുരു അമ്പ് വരുന്നത്. ഡെയിൽ പേടിച്ച് അവിടെ നിന്ന് ഓടി. എന്നാൽ ഒരു സ്ഥലത്തെത്തുമ്പോൾ അവന്റെ മുന്നിലത്തെ മരത്തിലായിട്ട് ഒരു മഴ വന്ന് തറച്ചു. നോക്കുമ്പോൾ അത് ആ 3 ഫിംഗറാണ്. ഈ സമയം ഡെയിൽ ഒരു കത്തിയെടുത്ത് ഒറ്റയേറ് ആ നരഭോജിക്ക് അത് കൊള്ളുകയും ചെയ്തു അതിന്റെ തോളിൽ. എന്നാൽ 3 ഫിംഗർ ആണെങ്കിൽ അത് കൂളായിട്ട് ഊരിയെടുത്തു. അത് കണ്ട് ഡെയിൽ ഞെട്ടി നിൽക്കുമ്പോൾ പാ എന്ന് പറയുന്ന ഒരു നരഭോജി വന്ന് ഡെയിലിനെ അടിച്ചു വീഴ്ത്തി. അതോടുകൂടെ അയാളുടെ ബോധം പോവുകയും ചെയ്തു. ഈ സമയം ആംബറും ജോൺസിയും വേറൊരു ഭാഗത്താണ്. ആംബറിനിപ്പം അവിടെ നിന്നൊരു അമ്പ് കിട്ടി. അതൊന്ന് നോക്കിയതിന് ശേഷം അവൾ അതൊരു വടിയിലേക്ക് ഘടിപ്പിച്ചിട്ട് ഒരു കുന്തം ഉണ്ടാക്കി വേട്ടയാടാൻ വേണ്ടി. അവൾ അങ്ങനെയൊക്കെ ചെയ്ത് കാണുമ്പോൾ ജോൺസിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവരിങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് നടക്കുന്നതിനിടയിൽ അവൻ തന്നോട് ഫ്ലേർട്ട് ചെയ്യാണ് എന്ന കാര്യം ആംബറിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവളിപ്പോൾ ഒരു കാര്യം പറഞ്ഞു. അവൾ ലെസ്ബിയനാണ്. അവനെ സംബന്ധിച്ച് അത് വല്ലാത്തൊരു നിരാശയുമായിരുന്നു. ഈ സമയം ക്യാമറാമാനായ മൈക്കിള് ജെയ്ക്കും എലീനയും സംസാരിക്കുന്ന ചില വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ റിയാലിറ്റി ഷോയുടെ ഓഡിയൻസിനെ ഇമോഷണലി കണക്ട് ചെയ്യിക്കാൻ വേണ്ടി, നമ്മുടെ ബിഗ് ബോസിലൊക്കെ കാണുന്ന പോലെ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. മാരയുടെ കാൽ തട്ടി ആ ഡിവൈസ് ഓണായി. അലാറം അടിക്കാനും തുടങ്ങി. അങ്ങനെ ഉടനെ തന്നെ അവർ ആ ഡിവൈസ് കണ്ടെടുത്തിട്ട് അതിലെ കാർഡ് എടുത്ത് നോക്കി. അതിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഇൻഫെക്റ്റഡ് ആയിരിക്കുകയാണ്, 2 മിനിറ്റിനുള്ളിൽ പുഴയുടെ അടുത്തേക്ക് ചെന്ന് ആന്റിഡോട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെടും. അങ്ങനെ അത് വായിച്ചതിന് ശേഷം അവർ വേഗം അവിടെ നിന്ന് ഓടി. 2 മിനിറ്റാണ് അവർക്ക് ആകെയുള്ള സമയം. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ആ പുഴയുടെ അടുത്തേക്ക് എത്തി. നല്ല ഒഴുക്കുണ്ട് അതിന്. അവർ നോക്കുമ്പോൾ പുഴയുടെ കുറുകെ കിടക്കുന്ന മരത്തിലാണ് ആ ആന്റിഡോട്ട് തൂക്കിയിട്ടിരിക്കുന്നത്. അങ്ങനെ മാരെ കഷ്ടപ്പെട്ട് ആ സാധനം എടുത്തു. എന്നാൽ അത് എടുത്തു കഴിഞ്ഞപ്പം അവൾ പുഴയിലേക്ക് വീണു. അങ്ങനെ എങ്ങനെയൊക്കെയോ അവൾ കരയിലേക്ക് കയറി. 2 മിനിറ്റ് തീരും മുമ്പേ അവൾ ആ ടാസ്ക് പൂർത്തിയാക്കുകയും ചെയ്തു. അതുകൊണ്ട് അവർ ഔട്ടായില്ല. മാര അത് പൂർത്തിയാക്കിയത് കാണുമ്പോൾ നീനയ്ക്കും ഭയങ്കര സന്തോഷമായി. ഈ സമയം തന്നെ മൈക്കിളാണെങ്കിൽ അവരെയും കൊണ്ട് ഇപ്പം നദിക്കരയിൽ നിൽക്കുകയാണ്. എന്നാൽ ഇത്തവണ മൈക്കിൾ ജേക്കിനോട് പറയുന്നത് എലീനെ പ്രേമിക്കാനാണ്. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ. എലീനയ്ക്കും അത് സമ്മതമായിരുന്നു. എന്തിനും തയ്യാറായിട്ടാണ് അവൾ വന്നിരിക്കുന്നത്. എന്നാൽ തറവാട്ടിൽ പറഞ്ഞവനായതുകൊണ്ട് ജേക്ക് താല്പര്യം കാണിച്ചില്ല. എനിക്ക് അമ്മയും പെങ്ങന്മാരും ഉണ്ട്, അവരെല്ലാവരും ഈ ഷോ കാണുന്നതാണ്. അതുകൊണ്ട് തുണ്ടുവടം പിടിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല, ഞാൻ പോയി ഭക്ഷണം കണ്ടുപിടിക്കട്ടെ എന്നും പറഞ്ഞിട്ട് ജേക്ക് അവിടെ നടന്നു. എന്നാൽ ജേക്ക് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ പിന്നീട് നടന്നത് കാണിക്കാൻ പറ്റത്തില്ല. സ്ക്രീൻ ടൈം കിട്ടാൻ വേണ്ടി എലീന എന്തും ചെയ്യും എന്ന അവസ്ഥയിലാണ്. അവളുടെ കാര്യം പോട്ടെ, പക്ഷെ മൈക്കിള് അവന്റെ ഗേൾഫ്രണ്ട് മാര ഈ ഗെയിമിൽ ഉണ്ടായിട്ടും അവൻ ആ വൃത്തികേടിന് കൂട്ടുവെക്കാൻ പാടില്ലായിരുന്നു. എന്നാൽ ഇതെല്ലാം നോക്കിക്കൊണ്ട് മരത്തിന്റെ മറവില് ഒരുത്ത മറഞ്ഞിരിപ്പുണ്ട്, ഒരു നരഭോജി. ഇതാ ബ്രദറാണ് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ടത്. അവരുടെ ആ കാട്ടിക്കൂട്ടറൊക്കെ കാണുമ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. ഈ സമയം തന്നെ നീനയും മാരയും കാട്ടിലൂടെ തന്നെ നടക്കുകയാണ്. ഇപ്പൊ ഇവര് രണ്ടുപേരും നല്ല കൂട്ടായി. ആ ടാസ്ക് പൂർത്തിയാക്കിയത് മാര ഒറ്റയ്ക്കാണല്ലോ. സഹായിക്കാത്തതിന് നീന അവളോടൊരു സോറിയും പറഞ്ഞു. അതിനിടയിലാണ് മാര വളരെ സങ്കടപ്പെടുന്ന ആ കാഴ്ച കാണുന്നത്. പുഴക്കരയിലെ മൈക്കിളിന്റെ എലീനയുടെയും ലീലാവിലാസങ്ങൾ. അതൊക്കെ വല്ലാത്തൊരു ഷോക്കായിരുന്നു. ഈ ഒരൊറ്റ നിമിഷം കൊണ്ട് അവൾ അവളുടെ ജീവിതം തന്നെ വെറുത്തു. കാരണം അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവൾക്ക് മൈക്കിളിനെ. മാരയുടെ ആ ഒരു അവസ്ഥ കാണുമ്പോൾ നീനയാണെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അവൾ സമാധാനിപ്പിക്കാൻ തുടങ്ങി. നീ എന്തിനാ മാര ഈ വിഷമിക്കുന്നത്? ഇവനെപ്പോലെ ഒരുത്തൻ നിനക്ക് ഒരിക്കലും വರ್ತല്ല, ഒഴിവാക്കി കളാ. നിനക്ക് എന്റെ അവസ്ഥ അറിയോ? എന്റെ കല്യാണം ഉറപ്പിച്ച സമയം 6 മാസം മുമ്പ് എന്റെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് ഞാൻ അവനെ പൊക്കി. ഞാൻ വിഷമിച്ചൊന്നുമില്ല, ഒറ്റ ചവിട്ട്. പിന്നെ അവൻ കണ്ണു തുറന്നത് ഹോസ്പിറ്റലിലാണ്. പക്ഷെ അവൻ എന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എനിക്ക് കുറെ കടം വരുത്തി വെച്ചു. അത് വീട്ടാനാണ് ഞാൻ ഈ ഗെയിമിന് വേണ്ടി ഇറങ്ങി തിരിച്ചത്. എന്റെ കാര്യം വിട്, നീ തളരാതെ ആ മൈക്കിളിന്റെ അടുത്ത് ചെന്ന് അവന്റെ മൂന്നൊക്കെ ഒരെണ്ണം കൊടുത്തിട്ട് വാ. എന്നാൽ അതെല്ലാം കേൾക്കുമ്പോൾ എന്നെ കൊണ്ട് അതൊന്നും പറ്റത്തില്ല നീന, ഞാൻ അത്രയ്ക്ക് അങ്ങ് ധൈര്യമുള്ളവളൊന്നല്ല എന്നാണ് മാര പറയുന്നത്. ഈ സമയം തന്നെ ജോൺസി ആംബറും സംസാരിച്ചുകൊണ്ട് ആ കാട്ടിലൂടെ നടപ്പുണ്ട്. ഞാൻ നിന്റെ സിസ്റ്ററായി കണ്ടോളാന്ന് പറഞ്ഞപ്പം അവൾ അവനോടൊപ്പം കൂട്ടായി. അങ്ങനെ നടക്കുമ്പോഴാണ് നല്ല ഇറച്ചി വേവുന്ന മണം. നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇറച്ചി വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വേറെ ആരും അവിടെ ഇല്ല. നമുക്കത് എടുക്കാമെന്നും പറഞ്ഞിട്ട് ജോൺസി ആ ഇറച്ചിയുടെ അടുത്തേക്ക് നടന്നു. പക്ഷെ ആംബറിന്റെ ഡൗട്ട് ഇതിനി വല്ല ട്രാപ്പ് ആയിരിക്കുമോ എന്നാണ്. ഏയ്, എന്ത് ട്രാപ്പ്? ഇത് ട്രാപ്പൊന്നുമല്ല, ഭക്ഷണം കണ്ടുപിടിക്കലല്ലേ നമ്മുടെ ടാസ്ക്. ഇത് തന്നെയാണ് നമ്മുടെ ഫുഡ്, നീ പിടിച്ചെന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ ആ ഇറച്ചി കമ്പിയോടെ പൊക്കിയെടുത്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് നടന്നു, നല്ല ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടി. ഈ സമയം തന്നെ ആ ഡെയിലിന് ഒരു സ്ഥലത്ത് കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്, തല കീഴായിട്ട്. ഇപ്പൊ അവന് ബോധം വന്നു. നോക്കുമ്പോൾ അവന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അവരുടെ ക്രൂവിൽ തന്നെയുള്ള മറ്റൊരുത്തരെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. അവന്റെ പണിയും തീർന്നിട്ടുണ്ട്. പെട്ടെന്നാണ് ആ 3 ഫിംഗർ അങ്ങോട്ട് വരുന്നത്. അവനൊരു കത്തി വെച്ച് ഡെയിലിനെ നെഞ്ചിലിട്ട് ഇങ്ങനെ കുത്താൻ തുടങ്ങി. ഏട്ടാ അവന്റെ ചോരയൊന്ന് ടേസ്റ്റ് ചെയ്തു, നല്ല രുചി. എന്നിട്ട് ഡെയിലിന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ആ കത്തിയുടെ മൂർച്ച കൂട്ടാനും തുടങ്ങി. എന്തൊരു അവസ്ഥയാണല്ലേ. ഡെയിലിനാണെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. ഈ സമയം മാരയാണെങ്കിൽ നീനയും കൂട്ടി ഫോൺ ചെയ്യാൻ വേണ്ടി ഒരു വീടും തപ്പി നടക്കുകയാണ്. ഇനി അവൾക്ക് ഈ ഗെയിമിൽ തുടരാൻ താല്പര്യമില്ല, അത് വിളിച്ചു പറഞ്ഞിട്ട് തിരിച്ചു പോകണം, അതാണ് അവളുടെ പ്ലാൻ. അങ്ങനെ കുറെ നടന്ന് അവരൊരു വീട് കണ്ടെത്തി. എന്നാൽ ഉള്ളിൽ കയറി നോക്കുമ്പോൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവരിപ്പം ഹാളൊക്കെ സെർച്ച് ചെയ്തതിനു ശേഷം ഒരു റൂമിന്റെ ഉള്ളിലേക്ക് കയറി.
ഈ സമയം അവർ നോക്കുമ്പോൾ ആ റൂമിന്റെ കണ്ണാടിയുടെ മുകളിലായി ആ നരഭോജികളുടെ ഫോട്ടോസ്, മൊത്തം ഫാമിലിയുടെ. അത് കണ്ട് പേടിച്ച് നിൽക്കുമ്പോഴാണ് ഹാളിൽ നിന്നും ഒരു കരച്ചില്. അവർ വേഗം ചെന്നിട്ട് വാതിലടച്ചു. എന്നിട്ട് അതിലെ ഗ്യാപ്പിലൂടെ നോക്കുമ്പോൾ ഒരു ലേഡി നരഭോജിയുടെ ഡെലിവറി എടുക്കുകയാണ്. കിടക്കുന്നതിന്റെ പെരുമ, മറ്റേത് അതിന്റെ മോളാണ്, സിസ്റ്റർ. ഇപ്പൊ സിസ്റ്ററാണ് ആ ഡെലിവറി എടുക്കുന്നത്. അങ്ങനെ സിസ്റ്റർ ഇപ്പൊ ആ കുഞ്ഞിനെ എടുത്തു. ഈ സമയത്താണ് അവൾ മാരിയെയും നീനയും കാണുന്നത്. സിസ്റ്റർ അലറി വിളിച്ചു. എന്നാൽ അത് കണ്ട മാരിയും നീനയും വേഗം തന്നെ ആ ഡോർ ലോക്ക് ചെയ്തു. പക്ഷെ റൂമിലായതുകൊണ്ട് എങ്ങനെ അവർ രക്ഷപ്പെടും? രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ മരണം ഉറപ്പാണ്. അങ്ങനെ അവർ ബാത്റൂമിൽ നോക്കി. അതിലൊരു ഗ്യാപ്പ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ടൂൾസ് എടുത്ത് അവിടെ മൊത്തം വെട്ടിപ്പൊളിക്കാൻ തുടങ്ങി. ഈ സമയം സിസ്റ്റർ ആ വാതിൽ വെട്ടിപ്പൊളിക്കുകയാണ്. പക്ഷെ വാതിൽ പൊളിച്ച് സിസ്റ്റർ അകത്തേക്ക് കയറി വന്നപ്പോഴേക്കും നീനയും മാരിയും പുറത്തേക്ക് ഓടിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ അവർ നിർത്താതെ ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നാണ് ഒരു മഴ വന്ന് മാരയുടെ തലയിൽ കൊള്ളുന്നത്. അപ്പം തന്നെ അവൾ മരിച്ചു വീണു. ആ മഴ എറിഞ്ഞത് ആ പായാണ്. അതിപ്പോ വന്ന് മാരയുടെ തലയിൽ നിന്നും മഴ ഊരിയെടുത്തു. എന്നിട്ട് നീനയെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. ഈ സമയം നീനയാണെങ്കിൽ കാട്ടിൽ മറ്റെവിടെയാണ്. എങ്ങനെയെങ്കിലും ബാക്കിയുള്ളവരെ കണ്ടെത്തണം, ഈ വിവരങ്ങളൊക്കെ അറിയിക്കണം. അതാണ് അവളുടെ പ്ലാൻ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. പാ ഇപ്പോഴും നീനയെ തെരഞ്ഞോട്ട് നടക്കുകയാണ്. അങ്ങനെ ഒരു സ്ഥലത്തെത്തുമ്പോൾ നീന പേടിച്ച് താഴെ കിടക്കുന്നുണ്ട്. പക്ഷെ മറയായതിനാ പാ അത് കാണുന്നില്ല. നീനയാണെങ്കിൽ ശ്വാസം പോലും കഷ്ടിച്ചാണ് എടുക്കുന്നത്. ഈ സമയത്താണ് മാ അവരുടെ വണ്ടിയുമായിട്ട് അങ്ങോട്ട് വരുന്നത്. ആ വണ്ടിയുടെ ബോണറ്റിലായിട്ട് മാരയുടെ ശരീരം കെട്ടിവെച്ചിട്ടുണ്ട്. മാത്രമല്ല മാ അതിനകത്തിരുന്ന് മാരയുടെ ഒരു വിരല് ഭക്ഷിക്കുകയാണ്. അത് കഴിച്ചതിന് ശേഷം മാ ആ വിരലെടുത്തിട്ട് ഒരൊറ്റയേർ. അത് കറക്റ്റായിട്ട് അവിടെ കിടക്കുന്ന നീനയുടെ നേരെ മുന്നിലാണ് വീഴുന്നത്. ആ വിരല് കണ്ട് അവൾ ശരിക്കും ഞെട്ടിത്തെറിച്ചുപോയി. വാ പൊത്തിയിട്ടില്ലായിരുന്നെങ്കിൽ പാ അവളെ പിടിച്ചേനെ. അങ്ങനെ അവളെ നോക്കി കാണാത്തതുകൊണ്ട് പാ വേഗം തന്നെ ആ വണ്ടിയിൽ കയറി അവിടുന്ന് പോയി. ഈ സമയം മൈക്കിൾ ആ എലീനയുമായിട്ട് റിവർ സൈഡിൽ തന്നെയാണ്. ഡിങ്കോൾഫിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഈ കാര്യം മാ അറിയണ്ടെന്നും പറഞ്ഞിട്ട് മൈക്കിൾ അവിടെ നടന്നു. എലീന അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇതേ സമയം തന്നെ ആ നരഭോജി ബ്രദർ അവിടെ തന്നെയുണ്ട്. ഈ സമയത്താണ് സിസ്റ്റർ വന്നിട്ട് അവനെ പിടിച്ച് മാറ്റുന്നത്. നീ എന്തിനാണ് വായിൽ നോക്കി നിൽക്കുന്നതെന്ന് ചോദിച്ചിട്ട്. എന്നാൽ അതിനിടയിൽ അവരുടെ കാല് തട്ടി ആ ഡിവൈസിൽ അലാറം ഓണായി. അത് കണ്ട ഉടനെ തന്നെ സിസ്റ്റർ ആ ഡിവൈസ് ചവിട്ടി പൊട്ടിച്ചു. ഏറ്റവും വേഗം തന്നെ എലീനയുടെ അടുത്തേക്ക് ഓടി അവളിങ്ങനെ വെട്ടിക്കൊല്ലാണ്. ഈ സമയം തന്നെ പായും മായും ആ വണ്ടിയിൽ നേരെ വന്നിരിക്കുന്നത് ഡെയിലിനെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്കാണ്. 3 ഫിംഗർ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. അങ്ങനെ മാരയുടെ ശരീരം കണ്ടിട്ടിട്ട് മായും പായും അവിടുന്ന് പോയി. അങ്ങനെ അവർ പോയി കഴിയുമ്പോൾ 3 ഫിംഗർ ഒരു കത്തി എടുത്തിട്ട് ഡെയിലിനെ കൊല്ലാനായിട്ട് വന്നു. എന്നാൽ 3 ഫിംഗർ അടുത്തേക്ക് എത്തിയ ഉടനെ തന്നെ ഗെയിൽ അവനിട്ട് ഒറ്റ ചവിട്ട് അതിനെ തുറന്ന് അത് താഴേക്ക് വീണു. അങ്ങനെ ആ കത്തി തന്നെ എടുത്ത് ഡെയിലി അവന്റെ കെട്ടൊക്കെ പൊട്ടിച്ചു. എന്നാൽ ഈ സമയത്താണ് 3 ഫിംഗർ എഴുന്നേറ്റ് വരുന്നത്. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ഡെയിൽ എന്ന് പറയുന്നത് ഒരു പട്ടാളക്കാരനാണ്. അയാളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ 3 ഫിംഗർ കുറച്ച് മെനക്കെടേണ്ടി വരും. പക്ഷെ അതിനൊന്നും ഡെയിൽ സമയം കൊടുക്കുന്നില്ല. അവൻ അവിടെ കിടന്നിരുന്ന ഒരു ഡബിൾ ബാരൽ എടുത്തിട്ട് ഒറ്റ വെടി കൊണ്ട് ആ 3 ഫിംഗർ ആണെങ്കിൽ അവിടുത്തെ പുഴയിലേക്ക് തെറിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. മൈക്കിൾ ഇപ്പം അവന്റെ വാനിലേക്ക് എത്തി. എന്റെ സ്ക്രീൻ നോക്കുമ്പോൾ ചില ക്യാമറകൾ വർക്കാവുന്നില്ല. അവൻ അതിന്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോഴാണ് ആ മായും പായും അങ്ങോട്ട് വരുന്നത്. മൈക്കിൾ അവരെ കാണുന്നതിന് മുമ്പ് തന്നെ അവർ ആ വാൻ അവിടെ നിന്ന് എടുത്തു. ഈ സമയത്താണ് മൈക്കിൾ അങ്ങോട്ട് വരുന്നത്. അത് കാണുന്ന പാ അവനെ പിടിച്ചിടിക്കാൻ തുടങ്ങി. എന്നിട്ട് ഒരു അമ്പ് എടുത്ത് അവനെയും ചേർത്ത് ആ വാനിലേക്ക് അവൻ കുത്തിയിറക്കി. മൈക്കിളിനാണെങ്കിലോ ഒന്ന് അനങ്ങാൻ പോലും സാധിക്കുന്നില്ല. ഈ സമയം തന്നെ ജോൺസി ആംബറും നല്ല ഉഷാറായി ആസ്വദിച്ച് അയർച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ജെയ്ക്കും അവരുടെ കൂടെ കൂടി. കഴിക്കുന്നതിനിടയിൽ അവരിപ്പോൾ സംസാരിക്കുന്നത് ഈ ഗെയിം കളിച്ച് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുമെന്നാണ്. ജോൺസി പറയുന്നത് അവൻ ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഗംഭീര പാർട്ടി നടത്തുമെന്നാണ്. എന്നാൽ ജെയ്ക്കിന്റെ ആവശ്യം ജെനുവിനാണ്. അവനൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു, അമേരിക്കൻ ഫുട്ബോൾ. പക്ഷെ കൈയിന് പരിക്ക് പറ്റിയതുകൊണ്ട് ഇപ്പൊ കളിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് അവൻ ഈ ഗെയിമിൽ പങ്കെടുക്കുന്നത്. ഇനി ആംബറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവളുടെ അച്ഛന് അവൾ കുറെ പൈസ കൊടുക്കാനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ്. ഇവളുടെ ഈ ലൈഫ് സ്റ്റൈലൊന്നും പുള്ളിക്ക് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് അവൾ ആ പൈസ കൊടുത്തേ പറ്റൂ. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചിരിക്കുമ്പോഴാണ് പേടിച്ചരണ്ട് നീന അങ്ങോട്ട് വരുന്നത്. എന്താ സംഭവം എന്ന് അവർ ചോദിക്കുമ്പോൾ അവൾ കണ്ട കാര്യങ്ങൾ മുഴുവൻ അവരോട് പറയാണ്. എന്നാൽ ആ നരഭോജി കഥ കേൾക്കുമ്പോൾ ജോൺസിക്ക് ചിരിയാണ് വരുന്നത്. അവൻ വിശ്വസിക്കുന്നില്ല ഇത് ഈ ഗെയിമിന്റെ ഭാഗമാണ് എന്നാണ് അവൻ വിചാരിക്കുന്നത്. എന്നാൽ അടുത്ത സെക്കൻഡിൽ അവൻ ആ വിചാരമൊക്കെ മാറി. അവർ നോക്കുമ്പോൾ അവർ കഴിച്ചുകൊണ്ടിരുന്ന ആ ഇറച്ചിയിൽ ഒരു ടാറ്റു. ആ ടാറ്റു അവർ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അത് ആ കിംബർലിയുടെ കാലിലുണ്ടായിരുന്നതാണ്. അത് തിരിച്ചറിഞ്ഞ ആ നിമിഷം എല്ലാവരും അവിടെ ഓടി. അങ്ങനെ അവർ 4 പേര് നേരെ പോകുന്നത് അവരുടെ ആ വാനിന്റെ അടുത്തേക്കാണ്. എന്നാൽ അതിനിടയിലാണ് നീനയുടെ കാലിൽ ഒരാണി കയറുന്നത്. അവളിപ്പോൾ നിലത്തേക്ക് ഇരുന്നു. അത് കാണുമ്പോൾ ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ വേഗം വാനിന്റെ അടുത്തേക്ക് ചെല്ല് എന്ന് പറഞ്ഞ് ജേക്ക് അവരവിടുന്ന് പറഞ്ഞു വിട്ടു, ജോൺസിനെ ആംബറിനെ. അങ്ങനെ അവർ പോയതിനു ശേഷം ഒരു 5 മിനിറ്റോട് തന്നെ ജേക്ക് നീനയുടെ കാലിലെ മുറിവൊക്കെ റെഡിയാക്കി. എന്നിട്ട് അവളെ എഴുന്നേപ്പിച്ചു. ഈ സമയം തന്നെ ആ നരഭോജിയുടെ വീട്ടിൽ നിന്നും ഒരുത്തിനിപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി. അവിടെ കുറെ മീനുകൾ ഉണക്കാനിട്ടിട്ടുണ്ട്. അയാളിപ്പോൾ അവിടേക്ക് വന്ന് ഒരു തുണി എടുത്ത് തിരിച്ചു വീട്ടിലേക്ക് തന്നെ പോയി. ഈ സമയം ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഡെയിലി പുറത്ത് നിൽക്കുകയാണ്. അങ്ങനെ ഡെയിലി ഇപ്പം അകത്ത് കയറി അയാളുടെ തലയ്ക്ക് തോക്ക് വെച്ചു. പക്ഷെ ഡെയിലി വിചാരിച്ച പോലെ അയാൾ ഒരു നരഭോജി ആയിരുന്നില്ല. ഇയാളെ നമ്മൾ ആദ്യ സിനിമയിൽ കണ്ടിട്ടുണ്ട്, ആ പെട്രോൾ പമ്പിലുണ്ടായിരുന്നത്. ഈ സമയം തന്നെ ജേക്കും കൂട്ടരും അവരുടെ വാൻ ഉണ്ടായ സ്ഥലത്തേക്ക് എത്തി. എന്ന് നോക്കുമ്പോൾ വാൻ അവിടെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അവിടെ കരടിയെ പിടിക്കുന്ന കെണികളൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യരെ പിടിക്കാനുള്ളതാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അധിക സമയം അവരവിടെ നിന്നില്ല.
ഈ സമയം തന്നെ ഡെയിലാണെങ്കിൽ അവന്റെ വയറ്റിലുണ്ടായിരുന്ന മുറിവൊക്കെ തുന്നിക്കെട്ടി. എന്നിട്ട് അയാളോട് ആ നരഭോജികളെ കുറിച്ച് ചോദിക്കുകയാണ്, അവറ്റകൾ ആരാണെന്ന്. ഈ നരഭോജികള് ഇയാളുടെ കുടുംബത്തിൽ തന്നെ ഉള്ളതാണ്. അതായത് ആ 3 ഫിംഗർ ഉണ്ടല്ലോ, അതിന്റെ ഗ്രാൻഡ് ഫാദർ ആണ് ഇയാള്. മാത്രമല്ല ഈ സിനിമയുടെ ആദ്യ ഭാഗത്ത് കൊല്ലപ്പെട്ട ആ 2 നരഭോജികളുടെ 30 വർഷങ്ങൾക്ക് മുമ്പ് ഈ കാട്ടില് ഒരു പേപ്പർ മില്ല് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് വന്ന വേസ്റ്റ് കെമിക്കൽസ് ഒക്കെ ഇവിടുത്തെ പുഴയിലേക്കാണ് ഒഴുക്കിവിട്ടത്. ഇവന്മാർ ഈ കാട്ടിൽ തന്നെ താമസിച്ചിരുന്നവരായതുകൊണ്ട് പുഴയിലെ വെള്ളമാണ് ഉപയോഗിച്ചിരുന്നത്. ഇയാൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നില്ല. അങ്ങനെ ആ കെമിക്കൽസ് കലർന്ന വെള്ളം ഉപയോഗിച്ച് അവർക്ക് മ്യൂട്ടേഷൻ സംഭവിച്ചു. എന്നാൽ പിന്നീട് വന്ന തലമുറകളോ ആദ്യത്തേക്കാൾ ഭീകരാവസ്ഥയിലായിരുന്നു. അതിന് മറ്റൊരു കാരണം കൂടെയുണ്ട്, ഇൻബ്രീഡിംഗ്. അതായത് സ്വന്തം കുടുംബത്തിലുള്ളവരിൽ തന്നെ കുട്ടികൾ ജനിക്കുക. അതും ജനിതക വൈകല്യത്തിന് കാരണമാവും. ഇങ്ങനെയാണ് ഈ നരഭോജികൾ ഉണ്ടായത്. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നീ എന്റെ പിള്ളേരെ തൊടുമല്ലടാന്ന് ചോദിച്ചിട്ട് അയാൾ ഡെയിലിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഡെയിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡൈനാമിറ്റ് ഇരിക്കുന്നുണ്ട്. അതിലൊരെണ്ണം കത്തിച്ച് അയാളുടെ ഷർട്ടിന്റെ പുറകിൽ തിരികെ എന്നിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ ഈ സമയത്താണ് അയാൾ ഒരു തോക്കുമായിട്ട് വരുന്നത്. എന്നാൽ അയാൾ വെടി പൊട്ടിക്കുമ്പോഴേക്കും ഡൈനാമിറ്റ് പൊട്ടി. അതിന് തുറന്ന് അയാൾ ചിതറിപ്പോവുകയും ചെയ്തു. പിന്നീട് ഡെയിൽ നോക്കുമ്പോൾ ആ തോക്ക് കേടുവന്നു, അതിന്റെ കുഴലൊക്കെ പോയി. അതുകൊണ്ട് വേറെന്തെങ്കിലും ആയുധം എടുക്കാൻ വേണ്ടി ഡെയിൽ ആ വീട്ടിലേക്ക് തന്നെ കയറി. ഈ സമയം തന്നെ ജേക്കും കൂട്ടരും കാട്ടിലൊരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബ്രദറും സിസ്റ്ററും കൂടെ അവരെ അറ്റാക്ക് ചെയ്യാൻ വന്നു. അതിനിടയിൽ ഓടിപ്പോയ നീനയാണെങ്കിൽ ഒരു വലിയ കുഴിയിലേക്കും വീണു. അവൾ അവിടെ കിടന്നിങ്ങനെ ഉറക്കെ നിലവിളിക്കുകയാണ്. പക്ഷെ അതാരും കേൾക്കുന്നില്ല. ഈ സമയം തന്നെ ജേക്കും കൂട്ടരും അവറ്റകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് മുന്നോട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നീന അവിടെ പോയി എന്ന് അവർക്ക് ഒരു ഐഡിയയും ഇല്ല. അതിനിടയിൽ ബ്രദറും സിസ്റ്ററും ഇപ്പൊ റോഡിലേക്ക് ഇറങ്ങി. അതിനിടയിലാണ് പാ അങ്ങോട്ട് വരുന്നത് അയാളുടെ വണ്ടിയുമായിട്ട്. അതിന് തുറന്ന് അവർ വേഗം തന്നെ വണ്ടിയിലേക്ക് കയറി. ഈ സമയം തന്നെ ജേക്കും കൂട്ടരും നീനയെ അന്വേഷിച്ച് 2 വഴിക്ക് പിരിഞ്ഞു. ജേക്ക് ഒറ്റയ്ക്കാണ്. അവരിപ്പോ ഓടി ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ നീനയുടെ നിലവിളി കേട്ടു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. പാ ഇപ്പം ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി. എന്നിട്ട് വണ്ടി സിസ്റ്ററിനെ ഏൽപ്പിച്ചിട്ട് അയാളിപ്പോ ബ്രദറുമായിട്ട് വേട്ടയ്ക്കിറങ്ങി. സിസ്റ്റർ ആണെങ്കിൽ വണ്ടി എടുത്തിട്ട് അവിടുന്ന് പോവുകയും ചെയ്തു. ഈ സമയം തന്നെ ജെയ്ക്ക് ആണെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് നീനെ ആ കുഴിയിൽ നിന്ന് കയറ്റി. അവന്റെ വയ്യാത്ത കൈ വെച്ചിട്ടാണ് അവൻ അവളെ വലിച്ചത്. അതുകൊണ്ട് തന്നെ അവന്റെ ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആയി. എങ്കിലും നീന അത് റെഡിയാക്കി കൊടുക്കുകയും ചെയ്തു. ഈ സമയത്താണ് സിസ്റ്ററിന്റെ വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നത്. പിന്നെ അവരവിടെ നിന്നില്ല. അങ്ങനെ അവർ ഓടി എത്തിച്ചേരുന്നത് ഒരു വെള്ളച്ചാട്ടത്തിന് മുമ്പിലാണ്. മുന്നിലേക്ക് വഴി കാണുന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്നാൽ ഈ സമയത്താണ് സിസ്റ്റർ വന്നിട്ട് വെടി പൊട്ടിക്കുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, 2 പേരും ആ വെള്ളത്തിലേക്ക് ഇടിച്ചാടി. അത് കാരണം സിസ്റ്റർക്കാണെങ്കിൽ ശരിക്കും നിരാശയുമായി. ഈ സമയം തന്നെ ഡെയിൽ ആ വീട്ടിൽ നിന്നും അമ്പും വില്ലൊക്കെ എടുത്ത് കാട്ടിലൊരു സ്ഥലത്തിരിക്കുകയാണ്. അയാളിപ്പോ ആ അമ്പുകളിൽ ആ ഡൈനാമിറ്റ് ഒക്കെ സെറ്റ് ചെയ്തു. അയാളെ സംബന്ധിച്ച് ഇനിയൊരു യുദ്ധമാണ്. അതുകൊണ്ട് പുള്ളി മുഖത്ത് കരിയൊക്കെ തേച്ചു. ഇതേസമയം തന്നെ ജോൺസി ആംബറും കാട്ടിലൊരു സ്ഥലത്ത് നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് പാ വന്നിട്ട് അമ്പ് ചെയ്യുന്നത്. പക്ഷെ അവരുടെ ഭാഗ്യത്തിന് അത് കൊണ്ടില്ല. അങ്ങനെ അവർ ഓടി. എന്നാൽ ഒരു സ്ഥലത്തെത്തുമ്പോൾ ജോൺസി ഒരു കെണിയിൽ കുടുങ്ങി. അവനിപ്പം ഒരു കയറിൽ ഇങ്ങനെ തല കീഴായിട്ട് തൂങ്ങി നിൽക്കുകയാണ്. ഈ സമയം ആംബർ ആണെങ്കിൽ ആ കയറഴിക്കാൻ ഒരു ശ്രമമൊക്കെ നടത്തി. പക്ഷെ പറ്റുന്നില്ല. എന്നാൽ ഈ സമയത്താണ് അവൾ അവിടെ ഒരു മഴ കാണുന്നത്. എന്നാൽ അവൾ ചെന്നിട്ട് അത് എടുത്തപ്പം അവളും ഒരു കെണിയിൽ കുടുങ്ങി. അങ്ങനെ 2 പേരും ഇപ്പൊ അടുത്തടുത്ത് തൂങ്ങി നിൽക്കുകയാണ്. മരണം അവരുടെ തൊട്ടടുത്തെത്തി കഴിഞ്ഞു. അങ്ങനെ പായും ബ്രദറും അവിടേക്ക് എത്തി. 2നെയും ഒരുമിച്ച് കിട്ടിയത് കൊണ്ട് ബ്രദർ ആണെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. ആ സന്തോഷം ഒന്നുകൂടെ കൊഴുപ്പിക്കാൻ വേണ്ടി പാ അവന്റെ കയ്യിൽ ആ അമ്പ് വെച്ചു കൊടുത്തു. അങ്ങനെ ബ്രദർ ആ അമ്പ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ആംബറിന്റെ തലയിലൂടെ കയറി ജോൺസിയുടെ തലയിലൂടെ ഇറങ്ങി. ഒരേ സമയം ഒരുമിച്ചുള്ള മരണം. പണി തലയ്ക്കായതുകൊണ്ട് വേദന പോലും അറിഞ്ഞില്ല. അങ്ങനെ അവരുടെ ആ ചോര ഇറ്റിട്ട് വീഴുമ്പോൾ ബ്രദർ ഇപ്പൊ താഴെ നിന്നും ആർത്തിയോട് അത് കുടിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ആ പുഴയിൽ ചാടിയ ജെയ്ക്കും നീനയും എങ്ങനെയൊക്കെ കരയിലേക്ക് കയറി. ഈ സമയം സിസ്റ്റർ ആണെങ്കിൽ ആ വണ്ടി അതിലൂടെ അങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഈ ഡെയിലിന്റെ കാര്യം പറയുകയാണെങ്കിൽ അയാൾ ബാക്കിയുള്ളവരെയും തെരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ജെയ്ക്കും നീനയും അവിടെ തകർന്നു കിടക്കുന്ന ആ പേപ്പർ മില്ലിലേക്ക് എത്തി. ആംബറും ജോൺസിയും അതിനകത്തുണ്ടാവും എന്നാണ് അവരുടെ വിചാരം. ഈ സമയം അവരങ്ങോട്ട് നടക്കുമ്പോൾ അവിടെ വെച്ചിരിക്കുന്ന ആ കെമിക്കൽ വേസ്റ്റ് ഒക്കെ കാണാം. അതിൽ എഴുതിയിട്ടുണ്ട് ഇത് ജനനത്തിനെ ബാധിക്കുമെന്ന്. അതിലേക്കൊന്ന് നോക്കിയതിനു ശേഷം അവർ ആ ബിൽഡിങ്ങിലേക്ക് പ്രവേശിച്ചു. അവർ നേരെ പോകുന്നത് മുകളിലത്തെ നിലയിലേക്കാണ്. പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോൾ പ്രതീക്ഷിച്ച പോലെ ജോൺസി ആംബറും അവിടെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് അവരിങ്ങോട്ട് വന്നിട്ടില്ല എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതിനിടയിൽ നീന അവിടെ ഉണ്ടായിരുന്ന ഫോൺ എടുത്ത് നോക്കി. പക്ഷെ വർക്ക് ചെയ്യുന്നില്ല. ഈ സമയത്താണ് അവൾ ഒരു ഷെൽഫ് കാണുന്നത്. അത് തുറന്നു നോക്കിയപ്പോൾ അവൾ ശരിക്കും ഞെട്ടിപ്പോയി. ഒരു കൊച്ചു പെൺകുട്ടിയുടെ ശരീരം, നല്ല പഴക്കമുണ്ട്. പക്ഷെ അതൊരു മ്യൂട്ടന്റ് അല്ല. അതിന്റെ പാവയും പിടിച്ചുള്ള ഇരിപ്പ് കണ്ടപ്പം അതെന്തിനോ കണ്ട് പേടിച്ചൊളിച്ചിരുന്നായിരുന്നു എന്നവർക്ക് മനസ്സിലായി. അവിടെ ഇരുന്ന് തന്നെ ആ കുട്ടി മരിക്കുകയും ചെയ്തു. അങ്ങനെ അതെല്ലാം നോക്കി നിൽക്കുമ്പോഴാണ് ആ നരഭോജികളുടെ ശബ്ദം കേൾക്കുന്നത്. അതുകൊണ്ട് അവർ വേഗം തന്നെ അവിടെ ഓടി. അങ്ങനെ മറ്റൊരു ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ കാഴ്ചയും അവരെ ശരിക്കും അത്ഭുതപ്പെടുത്തി. നിറയെ വാഹനങ്ങൾ അവിടുത്തെ ഗ്യാരേജിൽ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ അവരുടെ വാനും ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഫാമിലി ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ല എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതിനിടയിലാണ് മൈക്കിളുടെ നിലവിളി കേൾക്കുന്നത്. അത് ആ വാന്റെ അകത്തുനിന്നാണ്. അതുകൊണ്ട് അവർ വേഗം തന്നെ താഴേക്ക് ചെന്നു. അങ്ങനെ ജെയ്ക്ക് ഇപ്പം വാനിലേക്ക് കയറി. പക്ഷെ മൈക്കിൾ അതിനകത്തല്ല, അവനെ വേറെ എവിടെയോ കെട്ടിയിട്ടിരിക്കുകയാണ്. ക്യാമറ വഴി വാനിലെ സ്ക്രീനിലൂടെ അവനെ കാണാൻ പറ്റും. ഈ സമയത്താണ് പുറത്ത് നിൽക്കുന്ന നീനയെ ബ്രദറും സിസ്റ്ററും വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷെ അത് വാനിൽ നിൽക്കുന്ന ജെയ്ക്ക് അറിയുന്നില്ല. അവനിങ്ങനെ ആ സ്ക്രീനിൽ മൈക്കിളിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ മൈക്കിളിന്റെ അടുത്തേക്ക് മാ വന്നു.
ജേക്ക് നോക്കി നിൽക്കെ അവള് മൈക്കിളിന്റെ തല അറുത്തെടുത്ത് ആ ക്യാമറയുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ അപ്പൊ ഇതൊരു ട്രാപ്പായിരുന്നു എന്നവന് മനസ്സിലായി. പക്ഷെ തിരിഞ്ഞു നോക്കിയപ്പോ അവിടെ നിൽക്കുന്നു. അവനയക്കിട്ട് 2 ഇടിയൊക്കെ കൊടുത്തു. പക്ഷെ ഈ മ്യൂട്ടൻസിന് നല്ല സ്ട്രെങ്ത് ആണ്. അയാൾ ഒറ്റയടിക്ക് തന്നെ അവന് താഴേക്കിട്ടു. അതിന് തുറന്ന് സിസ്റ്റർ വന്ന് അവന്റെ കാലും കൈയും കൂട്ടിക്കെട്ടി എന്നിട്ട് അവനെ വലിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. എന്നാൽ ഇതെല്ലാം കണ്ട് മറ്റൊരാൾ അവിടെ നിൽക്കുന്നുണ്ട്, ഡെയ്ൻ. അങ്ങനെ സമയം രാത്രി. നീനയ്ക്ക് ബോധം വരുമ്പോൾ അവളൊരു കൂട്ടിലാണ്. അവൾക്കൊരു കമ്പനിക്കായി ആ പെൺകുട്ടിയുടെ ശരീരം അവിടെ കിടപ്പുണ്ട്. ഈ സമയം നീന നോക്കുമ്പോൾ മുന്നിലായി സിസ്റ്റർ ഇരുന്ന് TV കാണാണ്, നാട്ടിലെ വാർത്തയൊക്കെ അറിയാൻ വേണ്ടി. മാ ആണെങ്കിലോ അവിടുത്തെ ടേബിളില് ഡിന്നർ തയ്യാറാക്കാനുള്ള പരിപാടിയാണ്. മൈക്കിളാണ് ഇന്നത്തെ അവരുടെ ഭക്ഷണം. മാ അവന്റെ ഇറച്ചിയൊക്കെ വെട്ടി നുറുക്കുന്നുണ്ട്. ഒരു വല്ലാത്ത കാഴ്ച. അതിനിടയിൽ ജേക്കിനെയും അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇപ്പൊ വന്ന് ജേക്കിന്റെ ശരീരത്തിൽ നിന്നും ഒരു കഷ്ണം ഇറച്ചി കട്ട് ചെയ്തെടുത്തു. 2 കൈയും കെട്ടിയിരിക്കുന്നതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ ആ ഇറച്ചി മാക്കി കൊണ്ടുകൊടുത്തു. അതിനിടയിൽ ബ്രദർ ആണെങ്കിൽ മൈക്കിളിന്റെ ക്യാമറയായി വന്നിട്ട് കൂട്ടിലിരിക്കുന്ന നീനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അത് കണ്ട് ഇഷ്ടപ്പെടാത്ത സിസ്റ്റർ വന്നിട്ട് അവനോട് തട്ടിമാറ്റി. എന്നിട്ട് ഒരു തോക്ക് എടുത്തിട്ട് നീനെ അടിച്ച് ബോധം കെടുത്താണ്. ഇതേസമയം തന്നെ ഡെയിലാണെങ്കിൽ അവിടെ താഴത്തെ നിലയിൽ നിൽക്കുകയാണ്. മുകളിൽ നിന്നും അയാൾക്ക് ആ മ്യൂട്ടൻസിന്റെ ശബ്ദം കേൾക്കാം. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. നീനയ്ക്ക് ബോധം വരുമ്പോൾ അവളെ ഒരു കസേരയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്, ഡൈനിങ് ടേബിളിന്റെ അടുത്ത്. ഡിന്നർ കഴിക്കാനുള്ള സമയമായി. മാ ഇപ്പം വന്ന് ഭക്ഷണം എടുത്ത് ടേബിളിലേക്ക് വെച്ചു. എന്നിട്ട് എല്ലാവരും കൂടെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് പ്രാർത്ഥിക്കാനും തുടങ്ങി. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം മാ ഭക്ഷണം വിളമ്പി. നീനയ്ക്ക് ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അവൾ കഴിക്കാത്ത കാണുമ്പോൾ ബ്രദർ എഴുന്നേറ്റ് ചെന്ന് അവളുടെ വായിലേക്ക് അതൊക്കെ കുത്തിത്തിരികയാണ്. അതിലപ്പം തന്നെ അവളെ തുപ്പിക്കളയും ചെയ്തു. ഇതേസമയം തന്നെ ഡെയിലാണെങ്കിൽ മുകളിലേക്ക് കയറാനുള്ള ഒരു ചെറിയ ഇരുമ്പിന്റെ വാതിൽ തുറന്നു. എന്നാൽ ഈ സമയത്താണ് മാ അങ്ങോട്ട് വരുന്നത്. അപ്പൊ തന്നെ അവൻ വാതിൽ അടയ്ക്കുകയും ചെയ്തു. അവിടെ ഒരു മീറ്റ് ഗ്രൈൻഡർ ഉണ്ട്. ബാക്കി വന്ന ഇറച്ചിയൊക്കെ മാ ഇപ്പൊ ആ ഗ്രൈൻഡറിലേക്ക് ഇട്ടു. അതെല്ലാം കൂടെ ഗ്രൈൻഡായി താഴെ വെച്ചിരിക്കുന്ന വീപ്പയിലേക്കാണ് വീഴുന്നത്. അങ്ങനെ ആ പണിയൊക്കെ തീർത്തതിന് ശേഷം മാ ഭക്ഷണം കഴിക്കാൻ ചെന്നു. ഈ സമയത്താണ് ഡെയിൽ അങ്ങോട്ട് വരുന്നത്. എന്നാൽ അവിടെ ഒരു സ്ഥലത്ത് അവരുടെ ആ റേഡിയേഷൻ ഡിറ്റക്ട് ചെയ്യുന്ന ഡിവൈസ് ഇരിക്കുന്നുണ്ട്. ആ റേഡിയേഷൻ കാർഡ് അയാളുടെ കയ്യിലായതുകൊണ്ട് ആ ഡിവൈസിന്റെ അടുത്തേക്ക് വന്നപ്പോൾ അത് ശബ്ദിക്കാൻ തുടങ്ങി. അതോടുകൂടെ ആ മ്യൂട്ടൻസ് എല്ലാവരും അലേർട്ടായി. അങ്ങനെ ഫാമിലി മൊത്തം അയാളെ അന്വേഷിച്ചിറങ്ങി. പക്ഷെ എവിടെ അയാളെ കാണുന്നില്ല. മുകളിലത്തെ നിലയിലൊക്കെ നോക്കിയതിനു ശേഷം ബ്രദറും സിസ്റ്ററും കൂടെ താഴെ വാഹനങ്ങളുള്ള സ്ഥലത്തേക്ക് എത്തി. ഈ സമയം ഡെയിലാണെങ്കിൽ അവിടെ പതുങ്ങിയിരിപ്പുണ്ട്. അയാളിപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കൈ മുറിച്ച് ചോര ഇങ്ങനെ നിലത്തേക്ക് ഉറ്റിച്ചു. അതിന് തുറന്ന് ബ്രദറും സിസ്റ്ററും ആ ചോരപ്പാട് ഫോളോ ചെയ്ത് നടക്കുകയാണ്. എന്നാൽ അവറ്റകൾ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞപ്പം ഡെയിൽ ഡൈനാമിറ്റ് സെറ്റ് ചെയ്ത ഒരു ആരോ ഷൂട്ട് ചെയ്യാണ്. അത് ബ്രദറിനെയാണ് കൊള്ളുന്നത്. ഈ സമയം സിസ്റ്റർ ആണെങ്കിൽ അതെടുത്ത് മാറ്റാനൊക്കെ നോക്കി. എന്നാൽ അപ്പോഴേക്കും ആ ഡൈനാമിറ്റ് പൊട്ടിത്തെറിച്ചു. അതോടുകൂടെ അവറ്റകൾ 2 പേര് ചിതറിപ്പോവാണ്. അങ്ങനെ നേരം വെളുത്തു. ഡെയിൽ ഇപ്പം നേരെ നീനയുടെ അടുത്ത് വന്ന് അവൾ അവിടുന്ന് റിലീസ് ചെയ്തു. എന്നിട്ട് പുറത്തേക്ക് പറഞ്ഞുവിടാണ്. അതിനുശേഷം അയാൾ ചെന്ന് ജേക്കിന്റെയും കെട്ടഴിച്ചു. എന്നാൽ പെട്ടെന്നാണ് വന്ന് ഒരു അമ്പ് ഷൂട്ട് ചെയ്യുന്നത്. ഡെയിൽ നെഞ്ചത്ത് തന്നെ അത് കൊണ്ടു. എങ്കിലും പതറാതെ അയാൾ ജേക്കിനെ സേഫാക്കി അവിടുന്ന് പറഞ്ഞു വിട്ടു. ഈ സമയം പിന്നെ അമ്പ് ചെയ്തു. എന്നാൽ ഡെയിലാണെങ്കിൽ ഇപ്പോഴും നെഞ്ചും പിരിച്ചു നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് വന്ന് അയാളുടെ കഴുത്തിലേക്ക് മുള്ളുകമ്പി എറിയുന്നത്. അതോടുകൂടെ കഴുത്ത് കയറി അയാൾ മരിച്ചു വീണു. ഈ സമയം ആണെങ്കിൽ ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ്. മക്കള് മരിച്ചത് അത് പറഞ്ഞു. അതിപ്പോ പായോടും പറഞ്ഞു. പായും ഭ്രാന്ത് പിടിച്ച് അവിടെയുള്ള സാധനങ്ങൾ മൊത്തം എറിഞ്ഞു പൊട്ടിക്കുകയാണ്. ഇതേസമയം തന്നെ ജേക്ക് നേരെ പോയിരിക്കുന്നത് ആ ഗ്രൈൻഡറുള്ള റൂമിലേക്കാണ്. അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കുമ്പോഴാണ് വന്ന് ആ ഗ്രൈൻഡർ ഓണാക്കുന്നത്. അതിന് തുറന്ന് അവനെ പിടിച്ചിട്ട് ആ ഗ്രൈൻഡറിലേക്ക് തള്ളി. പക്ഷെ ജേക്കാണെങ്കിൽ അവനെ കൊണ്ടാവുന്ന രീതിയിൽ പിടിച്ചു നിൽക്കുകയാണ്. ഈ സമയത്താണ് നീന അങ്ങോട്ട് വരുന്നത്. അവൾ ആദ്യം മായ ഇടിച്ചു വീഴ്ത്തി. എന്നിട്ട് പായയുടെ തോള് കയറിയിട്ട് അയാളുടെ കഴുത്ത് കടിച്ചു പറിക്കുകയാണ്. അങ്ങനെ ആ ഫൈറ്റ് നടക്കുന്നതിനിടയിൽ ജേക്ക് എഴുന്നേറ്റ് വന്നിട്ട് പായെ തള്ളി ആ ഗ്രൈൻഡറിലേക്ക് ഇട്ടു. അപ്പൊ തന്നെ അയാളുടെ ഒരു കൈയും പോയി. എന്നാൽ ഇത് കാണുമ്പോൾ വന്നിട്ട് പായ അവിടെ നിന്ന് എഴുന്നേപ്പിക്കുകയാണ്. അതിനുശേഷം ഒരു മഴു എടുത്ത് ജേക്കിനെ വെട്ടാനാഞ്ഞു. എന്നാൽ അത് കാണുന്ന നീന ചെന്ന് അവിടുത്തെ ഒരു ലിവർ താഴ്ത്തി. അതോടുകൂടെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വലിയൊരു തടി വന്ന് ആ 2 നരഭോജികളെയും ആ ഗ്രൈൻഡറിനകത്തേക്ക് തള്ളിയിട്ടു. അതോടുകൂടെ അവറ്റകൾ അരഞ്ഞ താഴെയുള്ള വീപ്പയിലേക്ക് വീണു. അങ്ങനെ എല്ലാത്തിന്റെയും പണി കഴിഞ്ഞപ്പോൾ നീനയും ജേക്കും ആ ഗ്യാരേജിലേക്ക് ചെന്നു. അവർ നോക്കുമ്പോൾ കിംബർലിയുടെ ആ സ്പോർട്സ് കാർ അവിടെ കിടക്കുന്നുണ്ട്. അവർ വേഗം തന്നെ ആ കാറും എടുത്ത് നേരെ വീട്ടിലേക്ക് പോവാണ്. ഇനി കാണിക്കുന്നത് ആ നദിയാണ്. ആ പച്ച കളറുള്ള കെമിക്കൽ അതിലിങ്ങനെ ഒഴുകുന്നതാണ്. ആ ഒഴുകി വരുന്ന വെള്ളം ഒരു നരഭോജി ഇപ്പം ഒരു പാൽക്കുപ്പിയിലേക്കാക്കി. എന്നിട്ട് ഇപ്പൊ ജനിച്ച ആ കുഞ്ഞുണ്ടല്ലോ അതിന് കൊടുക്കുകയാണ്. വെള്ളം മാത്രമല്ല, മനുഷ്യന്റെ ഒരു വിരലും അത് ആ കുഞ്ഞിന് കൊടുക്കുന്നുണ്ട്. ഈ നരഭോജി മറ്റാരുമല്ല, അതാ 3 ഫിംഗറാണ്. അതിപ്പോഴും ജീവനോടെയുണ്ട്. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടില സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.